ശാരിക ഒറ്റ വാശിയിലങ്ങ് നിന്നതുകൊണ്ടാ ഞങ്ങള് കല്യാണത്തിന് സമ്മതിച്ചത്. വാസ്തവത്തില് അറിയാലോ, ഞങ്ങളിപ്പോ ഒരു ആഘോഷം നടത്താനുള്ള മാനസികാവസ്ഥയിലല്ല. നന്ദുവിന്റെ കാര്യമാ അച്ഛനും അമ്മയും പറയുന്നത്. സത്യം പറഞ്ഞ നന്ദുവിനെ കാണാതായത് മുതൽ ഇവിടെ ആരും ഒന്ന് കണ്ണടച്ചിട്ട് പോലുമില്ല. കെവിൻ കല്യാണം തീരുമാനിച്ചെങ്കിലും നന്ദു തിരിച്ചു വന്ന ശേഷമേ താലികെട്ടൊക്കെ നടക്കും. ആ മതി, അത് മതി. അല്ല, കെവിൻ എന്തെങ്കിലും സൂചനയുണ്ടോ നന്ദൻ എന്താ സംഭവിച്ചിട്ടുണ്ടാവുമെന്ന്? ഇല്ല, എനിക്കൊന്നും അറിയില്ല. ഞങ്ങളും അന്വേഷിക്കുന്നുണ്ട്. കെവിൻ അറിയാലോ ഇസബെല്ലയുടെ കാര്യം. എനിക്ക് തോന്നുന്നു ഇസബെല്ലയാവും ഇതിന്റെ പുറകിലെന്ന്. അതിപ്പോ ആരായാലും കണ്ടുപിടിക്കണം കെവിൻ. എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടെത്താൻ വേണ്ടി നമുക്ക് ശ്രമിക്കാൻ ദേവിക. മോൻ തന്നെ മുന്നിൽ നിന്ന് നന്ദനെ കണ്ടുപിടിച്ചോണ്ട് വരണം. ദുഃഖം നമുക്ക് മാത്രമല്ലല്ലോ, അരുന്ധതി മാഡത്തിന്റെ മകൻ ഋഷിയുടെ കാര്യം. അതൊക്കെ പറഞ്ഞ് കെവിനേട്ടനെ വിഷമിപ്പിക്കുന്ന എന്തിനാ? അതെ, ആ കെവിൻ തിരക്കുണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്കും പോണം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അതെ, ഒരു മിനിറ്റ്. ഇപ്പോ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ഉറപ്പിച്ചല്ലോ. അപ്പൊ പിന്നെ അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ ഓക്കെ ആയ സ്ഥിതിക്ക് ഇനി എനിക്ക് എന്റെ കെവിനേട്ടനോട് സംസാരിക്കാലോ. ഏയ് വേണ്ട വേണ്ട, അതിന്റെ ആവശ്യം ഒന്നുമില്ല. അല്ലേ മോനെ? അതെ. എന്താ സംസാരിക്കണ്ടേ? അല്ല, സംസാരിക്കാലോ അല്ലേ? സംസാരിക്കട്ടെ അമ്മേ, അതിനെന്താ? വാ കെവിനേട്ടാ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. അപ്പൊ ശരി ദേവികേ. വിചാരിച്ചതിനേക്കാൾ നന്നായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു. ഇപ്പൊ തന്നെ കല്യാണം നടത്തി കൊടുക്കുന്ന അവന്റെ വിചാരം. എന്തായാലും രണ്ടാളും നന്നായിട്ട് അഭിനയിച്ചു. രാധിക ഒരല്പം ഓവറായില്ലേ മോളെ? ഏയ് അങ്ങനെയൊന്നുമില്ല, എല്ലാം കൃത്യമായ അളവിൽ തന്നെ പറഞ്ഞത് അല്ലേടി? അതെ. എന്തായാലും മോൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നാ മതി. ഇനി ഷാരി നോക്കിക്കോളും. അവൻ വീണച്ച. പോരുന്നു എന്റെ കൂടെ? പോരുന്നുണ്ട്. അതിനാണല്ലോ ഇതിവിടം വരെ എത്തിച്ചത്. എനിക്ക് നല്ല ടെൻഷനായി പോയി. ഇതുപോലൊരു സർപ്രൈസ് ആർക്കും കൊടുക്കരുത് കേട്ടോ. വല്ല അറ്റാക്കും വന്നു പോവും. എന്തായാലും ഇപ്പൊ ഒരു തീരുമാനമായല്ലോ. സന്തോഷായില്ലേ കെവിനേട്ടന്? അത് പിന്നെ പറയണോ? എത്രയും പെട്ടെന്ന് നന്ദേട്ടനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം കേട്ടോ. പിന്നെ നന്ദേട്ടൻ എത്ര നേരത്തെ വരുന്നോ അത്രയും നേരത്തെ എനിക്ക് കെവിനേട്ടന്റെ ഭാര്യയായിട്ട് ജീവിച്ചു തുടങ്ങാം.
കഴിഞ്ഞില്ലേടി യാത്ര പറച്ചിലൊക്കെ? ആ കഴിഞ്ഞു. എന്നാ പിന്നെ ശരി, ഞാൻ വിളിക്കാം. ദേവീച്ചി വരുന്നുണ്ട്. അയ്യോ കാണണ്ട, ചമ്മല. ദേവിക, ഇനി ദേവികേച്ചിന്ന് വിളിക്കേണ്ടി വരുമല്ലോ എന്റെ കർത്താവേ. ആ വിട്ടു വിട്ടോ. ശരി. എന്താടി അവൻ പറഞ്ഞത്? നമ്മുടെ കള്ളത്തരമൊന്നും പൊളിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഇല്ലെന്നേ, ആല് ശരിക്കും നമ്മുടെ വലയിൽ വീണ് കഴിഞ്ഞു. ചേച്ചി ചേച്ചി നോക്കിക്കോ, അധികം വൈകാതെ തന്നെ ഇവൻ നന്ദേട്ടനെ കണ്ടുപിടിക്കും. ഇവനെ, ഇസബല്ലേ, ഡിവൈഎസ്പിയെ അങ്ങനെ ഓരോരുത്തരെയായി പൂട്ടണം. എന്തായാലും ദേവികയും ശാരികയും സമ്മതിച്ചിരിക്കുന്നു. ശാരിക മോള് മുൻകൂട്ടി കണ്ട് കെവിനെ ടാർഗറ്റ് ചെയ്യായിരുന്നു. മിടുക്കികളാ അവര്. പഴയ കാലവും പഴയ കാര്യങ്ങളാണ് നല്ലതെന്ന് പറഞ്ഞ് നമ്മളിരിക്കുമ്പോൾ പുതിയ പിള്ളേര് പുതിയ ലോകത്തിന്റെ പോസിറ്റിവിറ്റി കൊണ്ട് നമ്മളെ അമ്പരപ്പിക്കാം. കാര്യം ശരി തന്നെ ഹരിയേട്ടാ. പക്ഷേ പ്രായത്തിൻ്റെ ഒരു ത്രില്ല് കാണിക്കുന്നതൊക്കെ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന എൻ്റെ പേടി. ഹേയ്, എന്തപകടം? അവർക്ക് പ്രായത്തിന്റെ ത്രില്ലാണെങ്കിൽ നമുക്ക് പ്രായത്തിന്റെ പക്വതയുണ്ടല്ലോ, ശരിയല്ലേ? എന്നിട്ട് പാകതയുള്ള നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? ചില കാര്യങ്ങൾ അന്വേഷിച്ചു, അതിന്റെ പിറകെ നടന്നു. എന്നിട്ടോ ഉദ്ദേശഫലം ഉണ്ടായോ? ശാരികയും ദേവികയും കുറച്ചുകൂടി ചടലുമായിട്ട് നീങ്ങി. ശാരിക സ്വയം ആക്ഷേപം കേട്ടുകൊണ്ടല്ലേ കെവിനുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയത്. അത് അവസാനം വലിയ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചില്ലേ? അത് നേര് തന്നെയാ. പക്ഷേ ഇങ്ങനൊരു അന്വേഷണമൊക്കെ നടന്നുവെന്നും രഹസ്യങ്ങൾ ചോർത്തിയെന്നൊക്കെ കെവിനും കൂട്ടുകാരും അറിഞ്ഞാൽ വലിയ തിരിച്ചടി ഉണ്ടാവില്ലേ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവർ ശരിക്കും പേടിക്കായിരിക്കും ചെയ്യുക. ഞാൻ നേരത്തെ സംശയിച്ചത് ശരിയായിരുന്നുവെന്ന് തനിക്കിപ്പോൾ മനസ്സിലായില്ലേ? ഋഷി മരിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് അംഗീകരിക്കാൻ സമ്മതമല്ലായിരുന്നു. ഇപ്പോൾ സത്യങ്ങൾ മനസ്സിലായില്ലേ? കാര്യങ്ങൾ ഇത്രയൊക്കെ മുന്നോട്ട് പോയിട്ടും നന്ദനെക്കുറിച്ച് ഒരറിവും കിട്ടുന്നില്ലല്ലോ ഹരിയേട്ടാ. എടോ, നന്ദൻ വളരെ സേഫായി എവിടെയോ ഉണ്ട്. കൃത്യമായ സമയത്ത് നമുക്ക് അവനെ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ പറ്റുമെന്നാ ഹരിയേട്ടൻ അറിയോ നന്ദൻ അവിടെ ഉണ്ടെന്ന്? കൃത്യമായിട്ട് ഇന്ന ഒരു സ്ഥലത്തുണ്ടെന്ന് ഞാൻ എങ്ങനെ പറയാം? പക്ഷേ അവൻ ആരോഗ്യത്തോടെ സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്തുണ്ട്. എടോ, അവൻ വരുവടോ. ഇക്കാലം അത്രയും സങ്കടപ്പെട്ടതിനൊക്കെ കൂടി നമുക്കന്ന് സന്തോഷിക്കാം. മനസ്സാകെ അങ്ങ് ഇടിഞ്ഞു നിൽക്കുക. എന്നാലും ഹരിയേട്ടൻ്റെ ആശ്വാസവാക്കുകൾ കേൾക്കുമ്പോൾ ഒരു സമാധാനം കിട്ടുന്നു. നന്ദനെ കണ്ടുപിടിക്കേണ്ടത് തൻ്റെയോ പ്രഭയുടെയോ മാത്രം ആവശ്യമല്ല. അവനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് അവനെ കാണാൻ വേണ്ടി കാത്തിരിക്കുക. എടോ, അവനെത്തും. ശാരികയുടെയും ദേവിയുടെ അന്വേഷണം അതിന് നമ്മളെ സഹായിക്കുകയും ചെയ്യും. ചേച്ചി, ദേ ഈ വീട്ടിലെ പുതിയ മരുമോൻ വിളിക്കുന്നു. എന്താ? കെവിൻ കെവിൻ വിളിക്കുന്നു. എടുക്ക. ഹലോ കെവിനേട്ടാ. ഓ, സമ്മതിച്ചിരിക്കുന്നു. എന്താ കെവിനേട്ടാ? എന്താന്നോ, ഇത്ര പെട്ടെന്ന് നമ്മുടെ കാര്യം വീട്ടിൽ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. പെട്ടെന്നോ? ഇത് താമസിച്ചു പോയതായിട്ടാ എനിക്ക് തോന്നുന്നേ. സത്യം പറഞ്ഞാ ഞാനിത് എന്നേ പറയേണ്ടതായിരുന്നു. സത്യം പറഞ്ഞ ദേവികയും നിന്റെ അച്ഛനും അമ്മയൊക്കെ സംസാരിച്ചു തുടങ്ങിയ സമയത്ത് ഞാൻ ആകെ ഒന്ന് വരണ്ടുപോയി കേട്ടോ. ഒന്ന് പേടിച്ച ശേഷം ഉണ്ടായ സന്തോഷം.
അതൊരു ഒന്നൊന്നര സന്തോഷമായിരുന്നില്ലേ കെവിനേട്ടാ? സത്യം, അത് നേരാ. ഞാനേ എല്ലാം ഓർപ്പിച്ചിട്ടാ വീട്ടിൽ പറഞ്ഞ. ആദ്യം എതിർപ്പായിരുന്നു, പക്ഷെ എന്തോ കെവിനേട്ടനോട് എല്ലാവർക്കും ഒരു ഇഷ്ടമുണ്ട്. അച്ഛനാ പറഞ്ഞേ, മതത്തെ അല്ല മനുഷ്യനെയാ നമ്മൾ നോക്കേണ്ടതെന്ന്. വ്യത്യസ്ത മതങ്ങളിലുള്ളവർ വിവാഹം കഴിക്കുമ്പോ മനസ്സ് വിശാലമാകുന്നൊക്കെ. എന്തായാലും ആശ്വാസമായി. ദേവികയുടെ കുടുംബത്തിലെ എല്ലാവരും എനിക്കിപ്പോ സ്വന്തം വീട്ടുകാരെ പോലെ തോന്നുക. അമ്മയ്ക്കും ദേവികച്ചയ്ക്കും ഒക്കെ ഇപ്പൊ ഭയങ്കര സന്തോഷായി. എന്നോട് ദേവികച്ചി എന്താ പറഞ്ഞെന്നറിയോ? എന്താ? കൃത്യമായ ആളിനെ തന്നെയാ മോളെ നീ കണ്ടുപിടിച്ചേന്ന്. എനിക്ക് ഷെയ്ക്കന്നെ തന്നു. ആണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ കരുതിയത് എന്തെങ്കിലും ഇതൊക്കെ അറിയുമ്പോ നിന്റെ വീട്ടിലൊരു വൻ കലാപം ഉണ്ടാവുമെന്ന്. കലാപം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ അടുത്ത നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിയേനെ. എനിക്ക് എന്റെ കെവിനേട്ടനില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കണ്ട. ശരി, ഇവിടെ നിന്ന് ഇറങ്ങിയാ ഞാൻ നേരെ കെവിനേട്ടന്റെ അടുത്ത് വന്നേനെ. അങ്ങനെ ഞാൻ വന്നാ കെവിനേട്ടൻ എങ്ങനെ റിയാക്ട് ചെയ്യുമായിരുന്നു? ഞാൻ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും, അല്ലാതെന്താ. മതി, എനിക്ക് അത്രയും കേട്ടാ മതി. നീ പറഞ്ഞില്ലേ ഞാനില്ലെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ ജീവിക്കില്ലെന്ന്. സത്യം പറയല്ലോ ശരി, എനിക്കും ഇപ്പൊ ആ അവസ്ഥയാ. നീയില്ലാതെ എനിക്ക് ഈ ലോകത്ത് പറ്റില്ലടി. അപ്പൊ കെവിനേട്ടാ, നമ്മള് വിവാഹിതരാകാൻ പോവാ. ഇനി മുതല് നമുക്കിടയിൽ ഒരു രഹസ്യവും പാടില്ല. അല്ലെങ്കിലും നമുക്കിടയിൽ ഇപ്പോൾ രഹസ്യങ്ങളൊന്നും ഇല്ലല്ലോ. എന്തായാലും ഫ്രണ്ട്സിനോടൊക്കെ ഉടൻ കല്യാണക്കാര്യം പറയണം. വേണം, എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അറിയിക്കണം. അല്ല, ഇസബെല്ലയോട് പറയോ? അതിന് ഇസബെല്ല എൻ്റെ അത്ര അടുത്ത ഫ്രണ്ടൊന്നും അല്ല. നിങ്ങൾ ഒരേ കോളേജിൽ പഠിച്ചവരല്ലേ? ദേവിയേച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ ബെസ്റ്റ് ഫ്രണ്ട്സ് ആന്നൊക്കെ. ചന്ദ്രോത്ത് ഒരുമിച്ചല്ലേ നിങ്ങൾ പോവാറ്? അല്ല, ഫ്രണ്ട്സൊക്കെയാണ്. പക്ഷേ എനിക്ക് അത്ര വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ആരോടും ഇല്ല. അതൊന്നും വേണ്ട, ഞാനില്ല ഇനി കെവിനേട്ടന്. മതി ശരി, അത് മതി. ആ, എന്തായാലും കെവിനേട്ടന്റെ ഫ്രണ്ട്സ് ഇനി എന്റെ ഫ്രണ്ട്സാ. കെവിനേട്ടന്റെ ഫ്രണ്ട്സിനൊക്കെ എനിക്ക് പരിചയപ്പെടുത്തി തരണം. ഷുവർ. നമ്മളെ കല്യാണം ആഘോഷമാക്കി മാറ്റാൻ പോവല്ലേ മോളെ. പിന്നെ അടിപൊളിയാക്കണം. നാട്ടുകാർ മുഴുവനും അറിയണം. എന്നിട്ട് നമുക്ക് ഹണിമൂൺ ട്രിപ്പ് ഓസ്ട്രേലിയയിലേക്ക് പോവാല്ലേ? എന്നാ ശരി, വയ്ക്കട്ടെ. ദേ ചേച്ചി വരുന്നുണ്ട്. ആ ശരി. ആഹാ, എത്ര എളുപ്പത്തിലല്ലേ ചേച്ചി കല്യാണമൊക്കെ നടക്കുന്നേ. എന്തായാലും നമ്മളിട്ട ചൂണ്ടയില് അവൻ കൃത്യമായിട്ട് വന്ന് ഉടക്കിയിട്ടുണ്ട്. ഇനി ആ ചൂണ്ട വലിച്ച് നമ്മൾ അവനെ കരക്കടുപ്പിക്കും. ശ്വാസത്തിന് വേണ്ടി അവൻ കിടന്ന് പിടയ്ക്കുന്നത് നമുക്ക് കാണാം. ദുഷ്ടൻ. പാവം നന്ദേട്ടനെ ഈ അവസ്ഥയിൽ എത്തിച്ചെന്ന് അവന് കൈയെഴുകാൻ പറ്റില്ല. ഒന്നൊന്നായി എല്ലാവരെയും കൃത്യമായ തെളിവുകൾ വെച്ച് തന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ആദ്യം നമ്മുടെ മുന്നിൽ, അത് കഴിഞ്ഞിട്ട് മതി നിയമത്തിന് വിട്ടുകൊടുക്കുന്നത്. എന്നാ പിന്നെ ഒട്ടും താമസിക്കണ്ട, ഇപ്പൊ തന്നെ അങ്ങ് തുടങ്ങിയാലോ? പിന്നല്ലാതെ. ആദ്യ നീക്കം ഞാൻ തന്നെ നടത്താം. ഹലോ ദേവിക. ഞാൻ റെഡിയാ, ഒരു 5 മിനിറ്റിലെത്താം. കളക്ടറേറ്റിൽ പോകണമെന്നല്ലേ പറഞ്ഞത്? മുരളേട്ടാ, മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു. ഞാൻ വേറൊരു അത്യാവശ്യത്തിന് വേണ്ടി പോവാ. ഇന്ന് ഡ്യൂട്ടി ഇല്ലാന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. അല്ല ദേവിക, എവിടെയാ പോകുന്നേ? അമ്മയച്ഛനും എല്ലാരും കൂടിയാണോ? അല്ലല്ല, ഇത് തികച്ചും പേഴ്സണൽ മീറ്റിംഗാ. ഒരു പ്രധാനപ്പെട്ട ഒരു കക്ഷിയെ കാണാൻ വേണ്ടി. അതിലെന്തോ പന്തികേടുണ്ടല്ലോ. റിസ്ക് എടുത്ത് ആരെയോ കാണാനല്ലേ? സത്യം പറ. മുരളേട്ടൻ കൊള്ളാലോ. ശരിക്കും നമ്മുടെ ഒരു ശത്രുവിന്റെ അടുത്തേക്കാ. പക്ഷേ ഉപദ്രവിക്കില്ല, അതുറപ്പാ.
ദേവിക, എവിടെയാണെങ്കിലും ഞാൻ വരാം. വേണ്ട മുരളേട്ടാ, എല്ലാ ദിവസവും ഡ്രൈവ് ചെയ്ത് ക്ഷീണിക്കുന്നതല്ലേ. ഇന്നിപ്പൊ ഗൗരിയും ഭാർഗവി ആന്റിയൊക്കെ ആയിട്ട് ഒന്ന് ചെലവഴിക്ക്. അല്ല ദേവിക, ഞാനൊന്ന് മുരളേട്ടനൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. ദേവിക. ശരി മുരളേട്ടാ, ഞാൻ വിളിച്ചോളാം. അല്ല ദേവിക, ദേവിക. മുരളിക്ക് എന്നെ മനസ്സിലായോ? പിന്നെ അഭിനയ ചക്രവർത്തിയല്ലേ നീ. ഇത്ര തന്മയത്വമായിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റിനെ ആരെങ്കിലും മറക്കൂ? മുരളി എന്നെ കളിയാക്കാണല്ലേ? അല്ലടാ, നീ പല വീടുകളിലും വേഷം കെട്ടി സഹതാപ പിരിവ് നടത്തുന്ന കഥകളൊക്കെ എനിക്കറിയാം. നീ അഭിനയിച്ച് ഫലിപ്പിക്കുന്നതിനൊക്കെ നല്ല സ്വീകരണം കിട്ടുന്നുണ്ടല്ലോ. ഗിരീഷേട്ടന്റെ വീട്ടിലെ കുടുംബപുരാണം, ചന്ദ്രോത്ത് വീട്ടിലെ കൊലപാതകത്തിന്റെ ട്വിസ്റ്റ്. ഇനിയിപ്പോ ഇവിടെ എന്ത് കഥയാടാൻ പോകുന്നത്? എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ, എല്ലാം കേൾക്കാൻ വിധിക്കപ്പെട്ടവനാ ഞാൻ. വിധിക്കപ്പെട്ടവനാ? ഒരു പെൺകൊച്ചിന്റെ ജീവനെടുത്ത കൊലയാളിയാ നീ. മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു മൃഗം. നിനക്ക് കിട്ടിയ കോടതി വിധി പോലും കുറഞ്ഞു പോയെന്ന പക്ഷക്കാരനാ ഞാൻ. അവന്റെ ഒരു അഭിനയം. എന്നിട്ട് പരോളിലിറങ്ങി വീടുകൾ തണ്ടി കള്ളക്കഥകൾ പറഞ്ഞ് നടക്കുന്നു. മുരളി, താൻ എന്നെ ഒന്ന് മനസ്സിലാക്ക്. എന്ത് മനസ്സിലാക്കാൻ? എനിക്കറിയായിരുന്നു അടുത്തത് നീ വരാൻ പോകുന്നത് ഇങ്ങോട്ടേക്കാവുന്നു. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ ഇത്ര വൈകി? മുരളിയുടെ ഭാര്യയല്ലേ ഗൗരി എന്നല്ലേ പേര്? ഓ, എല്ലാം പഠിച്ചു വെച്ചിട്ട് വന്നിരിക്ക. എന്ത് ആക്ടിംഗ് ആടാ നിന്റെ? പോ, വെക്കോ. മുരളി പ്ലീസ്. പുറത്തിറങ്ങ് പ്രകാശേ. മുരളി ശോഭിക്കാതെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. മുരളി ഒന്ന് കാണാനും 2 മിനിറ്റ് സംസാരിക്കാനുള്ള ഉദ്ദേശത്തോടെയാ ഞാനിങ്ങോട്ട് വന്നത്. നിന്റെ ഓഞ്ഞ സംസാരം എനിക്ക് കേൾക്കണ്ട. ഇനി ഇവിടെ നിന്ന എന്റെ സ്വഭാവം മാറും. പൊക്കോ. ഇറങ്ങി പോവാനല്ലടാ പറഞ്ഞത്. ഇറങ്ങടാ വെളിയിൽ. നിനക്ക് എന്താടാ പറഞ്ഞാ മനസ്സിലാവുന്നത്? ഇറങ്ങി പോടാ വീട്ടിൽ നിന്ന്. ഇവൻ എന്താ ഈ കാണിക്കണത്? നീ എന്താ മുരളി കാണിക്കണത്? എന്താ മോനെ കാര്യം? മുരളി ഒന്നും പറയണ്ടമ്മേ. മുരളി ഞാൻ കുറ്റം പറയില്ല. ഈ ലോകം മുഴുവൻ തെറ്റുകാരനെന്ന് വിധിച്ചവനെ എല്ലാവരും ആ കണ്ണിലേ കാണൂ. ഭഗവാൻ കൃഷ്ണന്റെ കാര്യം അറിയാലോ. സ്യമന്തകമണിയുടെ പേരിൽ അദ്ദേഹം എന്തുമാത്രം അപവാദം കേട്ടു. കള്ളനെന്നും കൊലപാതകയെന്നും അദ്ദേഹത്തെ വിളിച്ചില്ലേ? എന്നിട്ട് അവസാനം എന്തായി? പ്രസേനനെ ആരാ കൊന്നത്? അത്രേ ഉള്ളൂ. ഭഗവാനെ കൊലപാതകം എന്ന് വിളിക്കാമെങ്കിൽ പിന്നെ എന്റെ കാര്യം പറയണോ? നീ എന്താ ആത്മീയത കളിക്കുന്നു? നിന്നെ ഭഗവാനെയൊക്കെ ഒറ്റ ഗ്രേഡിലാക്കിയോ? ഞാൻ മാത്രമല്ല, മുരളിയും ഈ അമ്മയും ഈ സഹോദരിയും ഒക്കെ ഭഗവാന്റെ അംശങ്ങളാണ്. ആ, ഞാനത് അറിയാൻ വൈകി. ജയിലിൽ വെച്ച് ആത്മീയ അന്വേഷണം തുടങ്ങി. ഇപ്പൊ പരോളിലിറങ്ങി 3 ദിവസം ഭജന വരുന്നു.
മനക്കണ്ണ് തുറന്നു. കാണാത്തത് പലതും കാണുന്നു, അറിയാത്തത് പലതും അറിയുന്നു. ഇവനിത് എന്തൊക്കെയായി പറയുന്നേ? ഒന്നും നമ്മളായിട്ട് പറയുന്നതല്ല മുരളി. നമ്മുടെ ഉള്ളിലെ ചൈതന്യം ഉണ്ടല്ലോ, അതങ്ങനെ നമ്മളെ കൊണ്ട് പറയിക്കുന്നതല്ലേ. അല്ല, പ്രകാശൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എനിക്ക് മുരളി ഒന്ന് കാണണമായിരുന്നു. ചില കാര്യങ്ങൾ പറയണം. എന്നാ പറയണം. അമ്മ പോയി കുടിക്കാൻ ചായ എടുക്ക. ഗൗരി, പലഹാരം എടുത്തോ, നല്ല ക്ഷീണം കാണുവേ. പറയണം സാറേ, എന്താ മൊഴിയാനുള്ളത്? അല്ല, സാർ അകത്തേക്ക് വന്നിരിക്കുക. മുരളി, അപമാനിച്ചത് മതി. ഞാനിപ്പോ തന്നെ പൊയ്ക്കോളാം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? വേണ്ട, നീ ഒന്നും പറയണ്ട. മുരളി എന്താ പറയാനുള്ളതൊന്നും കേക്ക്. മോൻ പറ. മുരളിയാണല്ലോ ദേവികയുടെ ഡ്രൈവർ. അർജുനന്റെ തേരാളിയായി ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ എങ്ങനെ സംരക്ഷിച്ചോ, അതുപോലെ മുരളി ദേവികയും സംരക്ഷിക്കുന്നറിയാം. മുരളി പക്ഷേ ഇനി കൂടുതൽ ശ്രദ്ധ വേണം. ദേവിക്ക് നേരെ ആസുര ശക്തികളുടെ ആക്രമണമുണ്ടാവും. ഇന്ന് നന്ദന് സംഭവിച്ചത് നാളെ ദേവിക്ക് സംഭവിച്ചുകൂടാന്നില്ല. നന്ദനെ തട്ടിക്കൊണ്ടുപോയവർ നാളെ ദേവിക്ക് പിന്നാലെ വന്നേക്കാം. എന്റെ ഭഗവാനെ. മുരളി, ഞാൻ ഈ അമ്മയോടും പ്രഭാവതി മേഡത്തോടും ഇരിയേട്ടനോടും ഒക്കെ പറഞ്ഞു. ആ അരുന്ധതി മേഡത്തിനെ സൂക്ഷിക്കുക.